കുസാറ്റിൽ പകർച്ചവ്യാധി വ്യാപനം രൂക്ഷം. H1N1 പുറമെ വിദ്യാർത്ഥികൾക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 10-ലധികം വിദ്യാർത്ഥികൾ ചികിത്സ തേടി. വിദ്യാർത്ഥികളുടെ പരാതിയെ തുടർന്നാണ് ക്യാമ്പസ് അടച്ചത് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. റാഫി കരീം വിവരങ്ങളുമായി. റാഫി, ചൊവ്വാഴ്ച വരെ ക്യാമ്പസ് അടച്ചു, ഓൺലൈൻ ക്ലാസുകളാകും ഇനി എന്നൊക്കെയുള്ള വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. ഇന്നിപ്പോൾ എന്തൊക്കെയാണ്? പലതരം രോഗങ്ങളുടെ വ്യാപനമുണ്ട് എന്നതാണോ? ഇന്നലെ വന്ന വിവരങ്ങൾ അനുസരിച്ച് H1N1 ബാധയെ തുടർന്നാണ് ക്യാമ്പസ് അടച്ചത് എന്നായിരുന്നു. എന്നാൽ ഇതിനപ്പുറത്തേക്ക് മറ്റ് പകർച്ചവ്യാധികളും ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ചിക്കൻ പോക്സ് കൂടി വിദ്യാർത്ഥികൾക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 15 ഹോസ്റ്റലുകളാണ് കുസാറ്റ് ക്യാമ്പസിനകത്തുള്ളത്. അതിൽ 2 ഹോസ്റ്റലുകളിലെ വിദ്യാർത്ഥികൾക്കാണ് H1N1 തന്നെ ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചിരിക്കുന്നത്. 10-ലധികം വിദ്യാർത്ഥികൾ ഈ രോഗങ്ങളുമായി നിലവിൽ കുസാറ്റിന് സമീപത്തുള്ള ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3700-ലധികം വിദ്യാർത്ഥികളുള്ള കുസാറ്റിൽ 65% വിദ്യാർത്ഥികളും ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഈ വിദ്യാർത്ഥികളിൽ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടുകൂടിയാണ് വിദ്യാർത്ഥികൾ കുസാറ്റ് രജിസ്ട്രാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു തീരുമാനം വന്നത്. 5-ാം തീയതി വരെ കുസാറ്റ് ക്യാമ്പസ് പൂർണ്ണമായും അടച്ചിടുക എന്നുള്ള തീരുമാനത്തിലേക്ക് കുസാറ്റ് അധികൃതർ എത്തിയത്. ഇത് ഇന്ന് നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ വിദ്യാർത്ഥികൾ ഹോസ്റ്റലുകളിൽ നിന്ന് വീടുകളിലേക്ക് മടങ്ങുന്നൊരു കാഴ്ച കാണാൻ കഴിഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ഹോസ്റ്റലിൽ പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 6-ാം തീയതി ആയിരിക്കും ഇനി കുസാറ്റ് ക്യാമ്പസിൽ അധ്യയനം ഉണ്ടാവുക. അതിനു മുൻപ് തന്നെ ഇതിന് മുൻകരുതലിൻ്റെ ഭാഗമായുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് നിലവിലെത്തിയിരിക്കുന്നത്. SLS ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾക്കാണ് പ്രധാനമായും H1N1 ഒപ്പം തന്നെ ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ കൃത്യമായ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ അധികൃതർ ആലോചിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായും മറ്റും കോർഡിനേറ്റ് ചെയ്തുള്ള മറ്റ് പ്രവർത്തനങ്ങളിലേക്കും ഈ സമയങ്ങളിൽ കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുസാറ്റിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. H1N1 കൂടാതെ ചിക്കൻ പോക്സ് എന്നിവയുണ്ട്. ക്യാമ്പസ് 5-ാം തീയതി വരെ അടച്ചു.